ഹലോ KSFE സ്റ്റാഫ്സ്, നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ വിവിധ ഡേ ബുക്കുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനെ സ്പെഷ്യൽ ജേണൽസ് എന്ന് പറയും, അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറയും, അല്ലെങ്കിൽ ഡേ ബുക്കുകൾ എന്ന് പറയും. വിവിധ ഡേ ബുക്കുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. വിവിധ ഡേ ബുക്കുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കുക. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ്, ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ്സ്, ഇതൊന്നും സാധാരണ സ്പെഷ്യൽ ജേണൽസിൽ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽസിൽ അല്ലെങ്കിൽ ഡേ ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉൾപ്പെടുത്താൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് അല്ല. ഏതൊക്കെയാണ്? ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ്സും ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സും ഒന്നും സാധാരണ ഡേ ബുക്കുകളിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽസിൽ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എഴുതുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ബുക്കിലാണ്. ഇതിനെ ജേണൽ പ്രോപ്പർ എന്ന് വിളിക്കും. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോണം. ജേണൽ പ്രോപ്പർ ഇതൊക്കെ പാർട്ടി ചോദിക്കുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ്, ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ്സ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ബുക്കാണ്. ഇതിനെ എന്തെന്ന് വിളിക്കും? ജേണൽ പ്രോപ്പർ എന്ന് വിളിക്കും. നമ്മൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ ജേണൽസ് അല്ലെങ്കിൽ സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്നാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം പഠിക്കുന്നത് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കാണ്. It is the day book to record all receipts and payments of cash book. That cash book is prepared to record all receipts and all payment of cash book. And cash book is like an account, two sides, the right hand side and the left hand side. The right hand side is known as the credit side and the left hand side is known as the debit side. And the receipts and payments, and the left hand side is the receipt side and the right hand side, that is the credit side, is the payment side. Types of cash book. Cash book is both journal and ledger. അതായത് ക്യാഷ് ബുക്കിൻ്റെ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡേ ബുക്ക്, ദാറ്റ് മീൻസ് ദ സ്പെഷ്യൽ ജേണൽ ഓർ സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ഇറ്റ് ഈസ് ലൈക്ക് എ ഇറ്റ് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. അതായത് ക്യാഷ് ബുക്ക് സെർവ് ചെയ്യുന്നത് രണ്ട് പർപ്പസാണ്. ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും പർപ്പസാണ് ക്യാഷ് ബുക്ക് സെർവ് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എഴുതാതാണ് ക്യാഷ് ബുക്ക് വരയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ലെഡ്ജറാണ്. ദാറ്റ് ഇസ് ദ ടു സൈഡ്സ്, റെസീപ്റ്റ് സൈഡ്സ് ആൻഡ് ദ പേയ്മെൻറ്റ് സൈഡ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജേണൽ എഴുതാതാണ് എന്താണ് നമ്മൾ ഈ അക്കൗണ്ട് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ലെഡ്ജർ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ledger. It is a book of original entry or journal and at the same time it is the ledger. And cash book is both എന്താണ് ജേണൽ ആൻഡ് ലെഡ്ജർ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. വിവിധ ക്യാഷ് ബുക്കുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ആദ്യം നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് പോകുന്നു. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു കണക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത, അവിടെ ബാങ്കിങ് ട്രാൻസാക്ഷന് നമ്മൾ പ്രത്യേക കോളം കൊടുക്കുന്നില്ല. ബാങ്കിങ് ട്രാൻസാക്ഷന് പ്രത്യേക കോളം കൊടുക്കുന്നില്ല. എമൗണ്ടിന് ഒരു കോളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. എമൗണ്ടിന് ഒരു കോളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്താണ്? എമൗണ്ടിന് ഒരു കോളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്ത് ചെയ്യുന്നില്ല? ബാങ്കിങ് ട്രാൻസാക്ഷൻ പ്രത്യേക കോളം കൊടുക്കുന്നില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. എ ക്യാഷ് ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് only one column for amount on each side is called a single column cash book or simple cash book. Single column cash book is also known as the simple cash book. ഇതൊക്കെ പാട്ടായിട്ട് ചോദിക്കാം. സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് വിളിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഓൺ കോളം ഫോർ എമൗണ്ട് ഓൺ ബോത്ത് സൈഡ്സ്. ഒരു കണക്കിലേക്ക് പോകാം, ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ലൈക്ക് എ പ്രിപ്പയർ ലൈക്ക് ആൻ അക്കൗണ്ട്. ഇത് അക്കൗണ്ടിൻ്റെ കണക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു ലെഡ്ജറാണ്. എന്താണ്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, പിന്നെ ഒരു അഡീഷണൽ കോളം നമ്മൾ കൊടുക്കുന്നു, റെസീപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് ആൻ അക്കൗണ്ട്. ഇതെന്താണ്? നമ്മൾ ലെഡ്ജറിൻ്റെ കണക്ക് തന്നെയാണ്. ലെഡ്ജർ ആൾറെഡി ഞാൻ പറഞ്ഞതാണ്. ലെഡ്ജർ അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത ഒരു എമൗണ്ട് കോളമേ ഉള്ളൂ. കണക്കിലേക്ക് പോകാം. January 1 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത്
ബിസിനസ് വിത്ത് 10,000. ഇത് വേണമെങ്കിൽ നമുക്ക് ജേണൽ എൻട്രി ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കാം. ബിസിനസ് ആരംഭിക്കുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് ബുക്കിൻ്റെ ബ്രാക്കറ്റിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിക്കോണം. ഇത് വരയ്ക്കുന്നത് ക്യാഷ് ബുക്ക് ആണെങ്കിലും അതിൻ്റെ അർത്ഥം ഇത് ക്യാഷ് അക്കൗണ്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡി, പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡി, പോസ്റ്റ് ചെയ്യേണ്ട അനദർ എലിമെൻറ്റ് ടു ക്യാപിറ്റൽ 10,000. ജേണൽ എൻട്രി മനസ്സിൽ പറയുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ, പോസ്റ്റ് ചെയ്യുമ്പോൾ ടു ക്യാപിറ്റൽ, ഇത് ലെഡ്ജറാണ്, ടു ക്യാപിറ്റൽ 10,000. അടുത്ത എന്താണ്? പർച്ചേസർ ഫർണിച്ചർ ഫോർ ക്യാഷ്. നമ്മൾ വാങ്ങുന്നത് ഒരു സ്പെസിഫൈഡ് ഐറ്റം ആണെങ്കിൽ ആ ഐറ്റത്തിൻ്റെ പേര് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി? ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ഏതാണ്? നമ്മൾ വരയ്ക്കുന്ന ലെഡ്ജറിനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് ആകുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡി, പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലമെൻറ്റ് ഫർണിച്ചർ 1500. സ്പിടി പോന്നു. അടുത്ത പർച്ചേസർ ഗുഡ്സ് ഫോർ ക്യാഷ്. ജേണൽ എൻട്രി എങ്ങനെയാണ്? പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡി, പോസ്റ്റ് ചെയ്യേണ്ട എലമെൻറ്റ് ഓപ്പോസിറ്റ് എലമെൻറ്റ് പർച്ചേസ് 6000. ചിലർക്ക് ഡൗട്ട് വരും, സാറേ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? റെസീപ്റ്റ്സ് ആണെങ്കിൽ റെസീപ്റ്റ് സൈഡിലും, പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് സൈഡിലും അങ്ങനെ എഴുതിയാലും മതി. എന്നാലും നമ്മൾ അതിൻ്റെ ഒരു അർത്ഥ തലത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. റെസീപ്റ്റ്സ് ആണെങ്കിൽ റെസീപ്റ്റ് സൈഡിൽ, പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് സൈഡിൽ. നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. അതേസമയം തന്നെ ഈ ജേണൽ എൻട്രികൾ മനസ്സിലാക്കി കാര്യങ്ങൾ റെക്കോർഡ് ചെയ്താൽ നമുക്ക് നല്ല തിട്ടമായി നല്ലതായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അടുത്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഏതൊക്കെയാണ് ഇലമെൻ്റ് ഏതൊക്കെയാണെന്നൊന്നും പറയുന്നില്ല, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. ഇടയ്ക്ക് വെച്ച് ക്ലാസ് ശ്രദ്ധിക്കുന്നവർക്ക് ഇത് മനസ്സിലാവത്തില്ല, അതെൻ്റെ കുറ്റമല്ല. ആദ്യം തൊട്ടേ തുടക്കം മുതലേ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്. നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡി, പോസ്റ്റ് ചെയ്യേണ്ടത് അനദർ എലിമെൻറ്റ് ഏതാണ്? സെയിൽസ് ആണ്. എമൗണ്ട് എഴുതുക 3200. അത് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തെന്നാണ് അർത്ഥം. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തെന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ബാങ്കിന് നമ്മൾ എന്തോ കൊടുത്തിട്ടില്ല, ബാങ്കിന് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? കോളം കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പം എങ്ങനെയാണ് ജേണൽ എൻട്രി? എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ആണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ബാങ്കിന് കോളം കൊടുത്തിട്ടില്ല. ബാങ്കിന് കോളം കൊടുത്തിട്ടില്ല. പക്ഷേ അതിനകത്ത് ഏത് ഇലമെൻ്റ് ഉണ്ട്? ക്യാഷ് എന്ന് പറഞ്ഞ ഇലമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ക്യാഷിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡി, പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡി. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ഏതാണ്? ബാങ്ക്. എമൗണ്ട് 3000. എന്നാൽ ബാങ്കിന് കോളം കൊടുത്തായിരുന്നെങ്കിൽ അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല. ബാങ്കിന് കോളം കൊടുത്തായിരുന്നെങ്കിൽ ഒരിടത്ത് ഇവിടെ പോസ്റ്റിംഗ് വന്നേനെ, അത് പിന്നീട് പറയാം, അടുത്ത സെക്ഷനിൽ പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്തെന്നാണ് ജേണൽ എൻട്രി, ഡിപ്പോസിറ്റ് ചെയ്തെന്നാണ് അർത്ഥം. അപ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, നമ്മൾ വരയ്ക്കുന്നത് ക്യാഷ് അക്കൗണ്ടാണ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡി, പോസ്റ്റ് ചെയ്യേണ്ട അനദർ എലിമെൻറ്റ് ബാങ്ക്, എമൗണ്ട് 3000. അടുത്ത ക്യാഷ് സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്, ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡി, പോസ്റ്റ് ചെയ്യേണ്ട അനദർ എലിമെൻറ്റ് സെയിൽസ്. ഓക്കെ. പെയ്ഡ് ഫോർ സ്റ്റേഷനറി, ജേണൽ എൻട്രി സ്റ്റേഷനറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ആണ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജേണൽ എൻട്രി ആദ്യം മനസ്സിൽ പറയുക, സ്റ്റേഷനറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡി, പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡി, പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലിമെൻ്റ് ആണ്, ഏതാണ്? സ്റ്റേഷനറി. എമൗണ്ട് എഴുതുക. പെയ്ഡ് റെൻറ്റ്, റെൻറ്റ് അക്കൗണ്ട് ടു ക്യാഷ്, നമ്മൾ വരയ്ക്കുന്നത് ക്യാഷ് അക്കൗണ്ടാണ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡി, പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലിമെൻറ്റ് റെൻറ്റ്. ഓക്കെ. അടുത്ത റിസീവ്ഡ് കമ്മീഷൻ, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ, നമ്മൾ വരയ്ക്കുന്നത് ക്യാഷ് അക്കൗണ്ടാണ്, ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡി, പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലിമെൻ്റ് ആണ് ടു കമ്മീഷൻ, ഡെബിറ്റ് സൈഡിലെ ടു കമ്മീഷൻ. എമൗണ്ട് എഴുതുക. സ്പീഡിൽ പോകുന്നു. പേഡ് ടു പ്രകാശ്, പ്രകാശിന് കൊടുത്തു, പ്രകാശിന് കൊടുത്തത് പേഡ് ടു പ്രകാശ് എന്ന് പറഞ്ഞാൽ പ്രകാശിന് ക്യാഷ് കൊടുത്തെന്നാണ് അർത്ഥം. എന്നാൽ സോൾഡ് ടു പ്രകാശ് എന്നായിരുന്നെങ്കിൽ പ്രകാശിന് ഗുഡ്സ് കൊടുത്തെന്നായിരുന്നു അർത്ഥം. എന്നാൽ ഇവിടെ പേഡ് ടു പ്രകാശ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിന് ക്യാഷ് കൊടുത്തെന്നാണ് അർത്ഥം. ജേണൽ എൻട്രി എങ്ങനെ വരും? പ്രകാശ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡി, പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലിമെൻറ്റ് പ്രകാശ്. അടുത്ത എന്താണ്? റിസീവ്ഡ് ഫ്രം സുഗു. അപ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടിയെന്നാണ്. അതേസമയം പർച്ചേസർ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വാങ്ങിയെന്നായിരുന്നു അർത്ഥം. പർച്ചേസർ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വാങ്ങിയെന്നാണ് അർത്ഥം. എന്നാൽ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് വാങ്ങിയെന്നാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു സുഗു, നമ്മൾ വരയ്ക്കുന്നത് ക്യാഷ് അക്കൗണ്ടാണ്, ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ ടു സുഗു പോസ്റ്റ് ചെയ്യുക. പെയ്ഡ് സാലറി, ജേണൽ എൻട്രി സാലറി അക്കൗണ്ട് ടു ക്യാഷ്,
സാലറി അക്കൗണ്ട് ടു ക്യാഷ്, സാലറി അക്കൗണ്ട് ടു ക്യാഷ്, സാലറിയെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് എന്താണ്, പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ സാലറി അക്കൗണ്ട് ടു ക്യാഷ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ട ഓപ്പോസിറ്റ് എലിമെൻറ്റ് സാലറി. അടുത്ത റിസീവ്ഡ് ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ക്യാഷിന് തുല്യമാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. റിസീവ്ഡ് ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ എന്താണ്, ഈക്വൽ ടു ക്യാഷിന് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് 500. ക്യാഷ് അക്കൗണ്ട് ചെക്ക് റിസീവ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണത്. റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ്, അപ്പം ചെക്ക് റിസീവ് ഈക്വൽ ടു ക്യാഷിന് തുല്യമാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ചെക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയല്ല, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ട ഓപ്പോസിറ്റ് എലിമെൻറ്റ് ടു സെയിൽസ് 500. അടുത്ത ചെക്ക് ഓഫ് ₹500 പെയ്ഡ് ഇൻ ടു ബാങ്ക്. ഈ ചെക്ക് നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ എന്താവത്തില്ല, പൈസ ആവത്തില്ല. അത് മാറാനായി ബാങ്കിൽ കൊടുത്തു. ഈ 500 രൂപയുടെ ചെക്ക് മാറാനായിട്ട് ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ക്യാഷിന് തുല്യമാണ്. ആ ജനറൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ പോസ്റ്റിംഗ് പറഞ്ഞു. ഇനി നമ്മൾ ഈ ചെക്ക് കണ്ടുകൊണ്ടിരുന്ന പൈസ ആവത്തില്ല, ഇത് മാറാനായിട്ട് ബാങ്കിൽ കൊടുത്തു. ബാങ്കിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ജനറൽ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് ആണ്. ഇവിടെ ബാങ്കിന് കോളമില്ല, അത് ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ് എൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ചെക്ക് മാറാനായിട്ട് ബാങ്കിൽ കൊടുത്തപ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തതിന് തുല്യമാണ്. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തതിന് തുല്യമാകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്, ബാങ്കിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബാങ്കിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിങ് ബാങ്കിനെ നമുക്ക് കിട്ടിയ ചെക്ക് ഈക്വൽ ടു ക്യാഷിന് തുല്യം. അപ്പം ചെല്ലണ്ടി ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. ഇനി ഈ ചെക്ക് അവിടെ കൊടുത്തു, ബാങ്കിൽ കൊടുത്താൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തതിന് തുല്യമാണ്. അപ്പം ചെല്ലണ്ടി എങ്ങനെ വരും, ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ഏതാണ്, ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടാണ് വരയ്ക്കുന്നത്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലമെൻറ്റ് ബൈ ബാങ്ക് 500. ഇനി ബാലൻസ് ചെയ്യുന്നതൊക്കെ ഞാൻ ആൾറെഡി പറഞ്ഞതാണ്, സാധാരണ ബാലൻസ് ചെയ്യുന്ന മാതിരി തന്നെ. എവിടാണോ ടോട്ടൽ കൂടിയ ടോട്ടൽ 2 സെല്ലും എഴുതുക. എവിടാണോ കുറവുള്ളിടത്ത് ബാലൻസ് സി ഡി എന്ന് എഴുതുക. ബാലൻസ് സി ഡിയെ നമ്മൾ എന്തെന്ന് വിളിക്കാം, ക്ലോസിംഗ് ബാലൻസ് എന്ന് വിളിക്കാം. ബാലൻസ് സി ഡിയെ നമ്മൾ ബാലൻസ് സി ഡി ക്യാരി ഡൗൺ, അത് ക്ലോസിംഗ് ബാലൻസ്, ക്ലോസിംഗ് ഡേറ്റ് ആൻഡ് ദ ബാലൻസ് ബി ഡി, ഓപ്പണിംഗ് ബാലൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് പോകുന്നു. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത, ദാറ്റ് ഈസ് ദ 2 കോളം 2 സൈഡ്സ് 2 എമൗണ്ട് കോളം, ദാറ്റ് ഈസ് ദ ക്യാഷ് ആൻഡ് ബാങ്ക്. അപ്പോൾ ക്യാഷിനും ബാങ്കിനും നമ്മൾ എന്തോ കൊടുക്കുന്നു, കോളം കൊടുക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വിളിക്കുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത, ദ ക്യാഷ് ബുക്ക് ഹാവിങ് 2 കോളംസ് ഓഫ് എമൗണ്ട്സ്, അതായത് 2 സൈഡിലും 2 കോളംസ് ഓഫ് എമൗണ്ട്സ്, ദാറ്റ്സ് ദ വൺ ഫോർ ദ ക്യാഷ് ആൻഡ് അനദർ ഫോർ ദ ബാങ്ക്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കോൺട്രാ എൻട്രി. ഇഫ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ റിക്കാർഡഡ് in both sides of an account or a statement, that is known as the contra entry or contra item. എന്താണ് contra entry? That means the credit aspects and the debit aspects of transactions are recorded in both sides. Credit aspects and the debit aspects recorded in both sides of an account, that is known as the contra entry or contra items. Under double column cash book, 2 amounts columns, that means the cash and the bank, and the debit aspects in certain cases, in certain transactions, debit aspects and the credit aspects recorded both sides, and that types of transactions are known as the contra items or contra entry. ഇതൊക്കെ എക്സാമിന് ചിലപ്പം ചോദിക്കാം. നേരെ കണക്കിലേക്ക് പോകുന്നു. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഇത് കണക്കിലേക്ക് പോകുന്നു. ഡബിൾ കോളം ക്യാഷ് ബുക്ക് നേരത്തെ നമ്മൾ വരച്ച മാതിരി തന്നെ എന്താണ്, എമൗണ്ടിന് 2 കോളം കൊടുക്കും, ആൻഡ് 1 കോളം ഫോർ ക്യാഷ് ആൻഡ് അനദർ കോളം ഫോർ ബാങ്ക്. ഇതൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. ഇറ്റ് ഈസ് ലൈക്ക് ആൻ അക്കൗണ്ട്സ്. ഇതൊരു അക്കൗണ്ട് തന്നെയാണ്, അല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല, അക്കൗണ്ടാണ്. എന്താണ് ഓപ്പണിംഗ് ബാലൻസ് കണക്കിലേക്ക് പോകുന്നു. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പം ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബ്രാക്കറ്റിൽ എഴുതേണ്ട കാര്യം, ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. ഒരേ സമയം നമ്മൾ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വരയ്ക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഒരേ സമയം ക്യാഷ് അക്കൗണ്ടും ബാങ്ക് എന്ന് പറഞ്ഞാൽ 2 ലെഡ്ജർ വരയ്ക്കുന്നതിന് തുല്യമാണ് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. ഇതിനെയാണ് എന്തൊരു കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത, ഒരേ സമയം നമ്മൾ 2 അക്കൗണ്ട് വരയ്ക്കുന്നു. ഏതൊക്കെയാണ്, ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വരയ്ക്കുന്നു. ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വരയ്ക്കുന്നു. ഒരേ സമയം രണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നു. 2 അക്കൗണ്ട് വരയ്ക്കുന്നു. ഏതൊക്കെയാണ്, ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുന്നു. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബ്രാക്കറ്റ് നിങ്ങൾ എഴുതണം ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല, ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് ബാങ്ക് എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ടു ബാലൻസ് ബി ഡി, ക്യാഷിൻ്റെ കോളത്തിൽ 300, 3200. ഇനി സ്പീഡിൽ പോകുന്ന കാര്യങ്ങൾ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ജനറലി എന്താണ്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്.
നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലമെൻറ്റ് സെയിൽസ്. പക്ഷേ എമൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ചിന്തിച്ചെഴുതണം. ഇവിടെ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വരയ്ക്കുന്നത് കൊണ്ട് ക്യാഷിൻ്റെ കോളത്തിൽ വേണം എഴുതാൻ. അടുത്ത പർച്ചേസർ ഗുഡ്സ് ഫോർ ക്യാഷ്, ജലണ്ടി പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസ്, പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസ് ക്യാഷിൻ്റെ കോളത്തിൽ വേണം എഴുതാൻ. അടുത്ത ഡിപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്, അതിൻ്റെ ജലണ്ടി ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ഇതൊക്കെ നിങ്ങൾ അത്യാവശ്യമുള്ളവർ എഴുതിയെടുത്തോണം. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ജലണ്ടി ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ശ്രദ്ധിക്കുക, ഡൗട്ട് വരുന്ന ഐറ്റമാണ് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. നമ്മൾ ഒരേ സമയം ഇവിടെ ക്യാഷ് അക്കൗണ്ടും വരയ്ക്കുന്നു, ബാങ്ക് അക്കൗണ്ടും വരയ്ക്കുന്നു. ഇതേലണ്ടി നിങ്ങൾ ആ ക്വസ്റ്റിൻ്റെ സൈഡിലോട്ട് കാണും എഴുതിയിട്ടിട്ട് ചിന്തിക്കുക. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജലണ്ടി ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ആദ്യം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അല്ലേ ജലണ്ടിക്ക് എഴുതിക്കോണേ വേണമെന്നോ. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, ബാങ്കിന് എന്ത് ചെയ്ത് വെച്ചേക്കുക? ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലയോ. അപ്പോൾ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ, പോസ്റ്റിംഗ് ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിൽ. നമ്മൾ ഒരേ സമയം ഇവിടെ വരയ്ക്കുന്നത് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടുമാണ്. അപ്പോൾ ഇവിടുത്തെ ജലണ്ടി എന്തുവാണ്? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു, ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് പഠിപ്പിച്ചെങ്കിലേ നല്ലതായിട്ട് മനസ്സിലാവത്തുള്ളൂ, എന്നാലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജലണ്ടി ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. നമ്മളിവിടെ ഒരേ സമയം രണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. ബാങ്ക് അക്കൗണ്ടിനെ എന്ത് ചെയ്ത് വെച്ചേക്കും? ഇവിടെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലോ. അപ്പോൾ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ്. ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ഏതാ? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ടിൽ ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ക്യാഷ്. ഇനി ആരുടെ അക്കൗണ്ടിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പറയുന്നത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആരുടെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാങ്കിൻ്റെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എമൗണ്ട് ആരുടെ കോളത്തിൽ എഴുതണം? ബാങ്കിൻ്റെ കോളത്തിൽ എഴുതണം. എമൗണ്ട് ആരുടെ കോളത്തിൽ എഴുതണം? ബാങ്കിൻ്റെ കോളത്തിൽ എഴുതണം. ഇനി ശ്വാസം വിടുക. ശ്വാസം വിട്ടിട്ട് ഇനി ഏത് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ജലണ്ടി എങ്ങനെ? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നില്ലയോ? ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്ത് വെച്ചേക്കുക? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ, പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ട ഏത് ഇലമെൻറ്റാണ്? ഓപ്പോസിറ്റ് ഇലമെൻറ്റ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഏത് ഇലമെൻറ്റാണ്? പോസ്റ്റ് ചെയ്യേണ്ടത് ഏത് ഇലമെൻറ്റാണ്? ഓപ്പോസിറ്റ് ഇലമെൻറ്റ്. ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ഏതാണ്? ബാങ്ക്. ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ഏതാണ്? ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ഏതാണ്? ബാങ്കാണ്. ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ബാങ്കാണ്. ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ബാങ്കാണ്. ഇനി ഏത് അക്കൗണ്ടിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്യാഷിൻ്റെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റിപ്പോരുത്. ക്യാഷിൻ്റെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എമൗണ്ട് ഏത് കോളത്തിൽ എഴുതണം? ക്യാഷിൻ്റെ കോളത്തിൽ എഴുതണം. എമൗണ്ട് ക്യാഷിൻ്റെ കോളത്തിൽ എഴുതണം. തെറ്റിപ്പോലെ. എമൗണ്ട് ആരുടെ കോളത്തിൽ എഴുതണം? എമൗണ്ട് ക്യാഷിൻ്റെ കോളത്തിൽ എഴുതണം. എമൗണ്ട് ക്യാഷിൻ്റെ കോളത്തിൽ എഴുതണം. അപ്പം ഈ ജേർണലിയുടെ പ്രത്യേകത രണ്ടിടത്തും പോസ്റ്റിംഗ് വന്നു. ഇതിനെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ അക്കൗണ്ട്സ്, ദാറ്റ് ഇസ് ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ദ ക്രെഡിറ്റ് സൈഡ്, ആൻഡ് സച്ച് ട്രാൻസാക്ഷൻസ് ഓർ സച്ച് ഐറ്റംസ് ആർ നോൺ ആസ് ദ കോൺട്രാ ഐറ്റംസ് ഓർ കോൺട്രാ എൻട്രി. ഇനി ഇത് കോൺട്രാ എൻട്രി ആണെന്ന് അറിയാൻ വേണ്ടി LF കോളത്തിൽ C എന്ന് വേണേൽ കൊടുക്കാം. LF കോളത്തിൽ C എന്ന് കൊടുക്കാം. ചിലക്കൊക്കെ മനസ്സിലായി കാണത്തില്ല. അടുത്തതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക. അടുത്ത വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ എങ്ങനെയാണ് ജലണ്ടി? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അതിൻ്റെ ജലണ്ടിയൊക്കെ എങ്ങനെ വരുന്നതെന്ന് നേരത്തെ പറഞ്ഞു, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിഡ്രൂ ഫ്രം ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ ജലണ്ടി ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എന്നുള്ളത് നിങ്ങൾ സൈഡിലോട്ട് അങ്ങോട്ട് എഴുതി വെക്കണം. ഇനി ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അല്ലയോ കിടക്കുന്നത്? അപ്പോൾ നമുക്ക് ആദ്യം ആ ഡെബിറ്റ് കിടക്കുന്ന ക്യാഷ് അക്കൗണ്ടിൽ അങ്ങ് പോസ്റ്റ് ചെയ്യാം. ആ ഡെബിറ്റ് കിടക്കുന്നത് വേണം ആദ്യം പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പം തെറ്റും. അപ്പോൾ എങ്ങനെയാണ് ജലണ്ടി? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ആകുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ആദ്യം അങ്ങ് പോസ്റ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്ത് വെച്ചേക്കുക? ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. പോസ്റ്റിംഗ് ഏത് സൈഡിലാണ്? ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. നമ്മൾ ഒരേ സമയം വരയ്ക്കുന്നത് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ആണേ. ക്യാഷ് അക്കൗണ്ടിന് എന്ത് വെച്ചിരിക്കുക? ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ്. ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ഏതാ? ബാങ്ക്. ഇനി ആരുടെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് മറന്നു പോകരുത്. ഇത് മറന്നാൽ തെറ്റിപ്പോകും. ആരുടെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ക്യാഷിൻ്റെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എമൗണ്ട് ആരുടെ കോളത്തിൽ എഴുതണം?
ക്യാഷിൻ്റെ കോളത്തിൽ എഴുതണം 1400. ഇനി ശ്വാസം വിടണം. ഇനി സമാധാനപരമായി അടുത്ത അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏത് അക്കൗണ്ടിലാണ് ഇപ്പം പോസ്റ്റ് ചെയ്തേ? ക്യാഷ് അക്കൗണ്ടിലല്ലയോ പോസ്റ്റ് ചെയ്തേ? അടുത്ത ഇനി എവിടെ പോസ്റ്റ് ചെയ്യണ്ടേ? ബാങ്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. ജലണ്ടി എങ്ങനെ? ക്യാഷ് അക്കൗണ്ട് അറ്റു ബാങ്ക് അക്കൗണ്ട് അല്ലയോ? അപ്പോൾ ബാങ്കിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഒരേ സമയം വരയ്ക്കുവാണെങ്കിൽ ബാങ്കിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പോസ്റ്റിങ് ക്രെഡിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ട ഏത് എലമെൻറ്റാ? ഓപ്പോസിറ്റ് എലമെൻറ്റ്. ഓപ്പോസിറ്റ് എലമെൻറ്റ് ഏതാ? ക്യാഷ്. ഇനി ഏത് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാങ്കിൻ്റെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എമൗണ്ട് ആരുടെ കോളത്തിൽ എഴുതണം? ബാങ്കിൻ്റെ കോളത്തിൽ എഴുതണം. ഇനി രണ്ട് സൈഡിലും പോസ്റ്റിംഗ് വന്നില്ലയോ? അതിനെ എന്തൊരൈറ്റം എന്ന് വിളിക്കും? കോൺട്രാ ഐറ്റം എന്ന് വിളിക്കും. അതുകൊണ്ട് സി അല്ലെങ്കിൽ കോൺട്രാ എൻട്രി എന്ന് സി എന്ന് കൊടുക്കണം. അടുത്തിലേക്ക് പോകുന്നു. പർച്ചേസ് സ്റ്റേഷനറി. ജലണ്ടി സ്റ്റേഷനറി അക്കൗണ്ട് അറ്റ് ക്യാഷ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത് അനദർ എലമെൻറ്റ് സ്റ്റേഷനറി ക്യാഷിൻ്റെ കോളത്തിൽ എഴുതുക. അടുത്ത പെയ്ഡ് ടു സഞ്ജയ് ബൈ ചെക്ക്. അപ്പോൾ എങ്ങനെയാണ് ജലണ്ടി? സഞ്ജയ് അക്കൗണ്ട് അറ്റ് ബാങ്ക്. സഞ്ജയ് അക്കൗണ്ട് അറ്റ് ബാങ്ക്. നമ്മൾ വരയ്ക്കുന്ന ഏതൊക്കെ അക്കൗണ്ടാണ്? ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇതിനകത്ത് സഞ്ജയ് അക്കൗണ്ട് അറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാങ്ക് എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടല്ലോ. ബാങ്കിന് എന്ത് ചെയ്ത് വെച്ചിരിക്കുക? ശ്രദ്ധിക്കണേ, ബാങ്കിന് എന്ത് വെച്ചിരിക്കുക? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ. നമ്മൾ വരയ്ക്കുന്നത് ഒരേ സമയം ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടുമാണ്. അത് മെമ്മറിയിൽ എപ്പോഴും വേണം. അപ്പോൾ സഞ്ജയ് അക്കൗണ്ട് അറ്റ് ബാങ്ക്. ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ടത് ഏത് എലമെൻ്റാണ്? ഓപ്പോസിറ്റ് എലമെൻറ്റ്. ഓപ്പോസിറ്റ് എലമെൻറ്റ് സഞ്ജയ്. എമൗണ്ട് എഴുതുമ്പോൾ ബാങ്കിൻ്റെ കോളത്തിൽ വേണം എഴുതാൻ. കാര്യം എന്തുവാ? അവിടെ ക്യാഷ് എന്ന് പറയുന്ന എലമെൻ്റ് ഇല്ല. ബാങ്കിൻ്റെ കോളത്തിൽ വേണം എഴുതാൻ. ഓക്കെ, ക്ലിയർ? അടുത്തേ റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്. റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് അറ്റ് ബാങ്ക്. അതിനകത്ത് ബാങ്ക് ഉണ്ടല്ലോ. ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലമെൻറ്റ് റെൻറ്റ് ബാങ്കിൻ്റെ കോളത്തിൽ എഴുതുക. അടുത്തേ റിസീവ്ഡ് ചെക്ക് ഫ്രം സൂരജ്. അപ്പോൾ ചെക്ക് കിട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാഷ്. അപ്പോൾ ജലണ്ടി എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് അറ്റ് സൂരജ്. ചെക്ക് റിസീവ്ഡ് ഈക്വൽ ടു ക്യാഷ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് സൂരജ്. ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലമെൻറ്റ് സൂരജ് 2000. അടുത്ത എന്താണ്? ഈ ചെക്ക് കണ്ടുകൊണ്ടിരുന്ന പൈസ ആവത്തില്ല. ചെക്ക് മാറാനായിട്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് ബാങ്കിൽ കൊടുത്തു. അപ്പോൾ ആ ഡിപ്പോസിറ്റ് ചെയ്തതിന് തുല്യമാണ്. സൂരജിൻ്റെ ചെക്ക് ബാങ്കിൽ കൊടുക്കുമ്പോൾ എങ്ങനെ ചെല്ലണ്ടി? ബാങ്ക് അക്കൗണ്ട് അറ്റ് ക്യാഷ്. അപ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ക്യാഷ് എന്നുള്ളത് ആ സൈഡിലോട്ട് ഒന്ന് എഴുതിയിടുക. എന്നിട്ട് ആദ്യം നമുക്ക് ആ ഡെബിറ്റ് കിടക്കുന്ന പോസ്റ്റ് ചെയ്യാം. സമാധാനപരമായി പോസ്റ്റ് ചെയ്യാം. ആദ്യം ബാങ്കിൽ പോസ്റ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് അറ്റ് ക്യാഷ് എന്നല്ലേ ചെല്ലണ്ടി? അപ്പോൾ ബാങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെല്ലണ്ടി? ബാങ്കിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ട ഏത് എലമെൻ്റാണ്? ഓപ്പോസിറ്റ് എലമെൻറ്റ്. ഓപ്പോസിറ്റ് എലമെൻറ്റ് ഏതാണ്? ക്യാഷ്. ആരുടെ കോളത്തിൽ എഴുതണം? ശ്രദ്ധിക്കണേ, ആരുടെ കോളത്തിലാണ്? ബാങ്കിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത്. ബാങ്കിൻ്റെ കോളത്തിൽ എഴുതണം. ഇനി സമാധാനപരമായി ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. ആദ്യം ജലണ്ടി മനസ്സിൽ ഓർക്കണം, ബാങ്ക് അക്കൗണ്ട് അറ്റ് ക്യാഷ്. ഡിപ്പോസിറ്റ് ചെയ്തതിന് തുല്യമാണ്. ക്യാഷിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പോസ്റ്റിംഗ് എ സൈഡിലാണ്, ക്രെഡിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ട ഏത് എലമെൻ്റാണ്? ഓപ്പോസിറ്റ് എലമെൻറ്റ്. ഓപ്പോസിറ്റ് എലമെൻറ്റ് ഏതാണ്? ഓപ്പോസിറ്റ് എലമെൻറ്റ് ഏതാണ്? ബാങ്ക്. ഓപ്പോസിറ്റ് എലമെൻറ്റ് ഏതാണ്? ബാങ്ക്. ഇനി ആരുടെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്യാഷിൻ്റെ അക്കൗണ്ടിൽ. വേറെ കാര്യം നമ്മൾ ചിന്തിച്ചില്ലേ തെറ്റിപ്പോകും. ക്യാഷിൻ്റെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരുടെ കോളത്തിൽ എഴുതണം? ക്യാഷിൻ്റെ കോളത്തിൽ എഴുതണം. ക്യാഷിൻ്റെ കോളത്തിൽ എഴുതണം. ഇനി രണ്ട് സൈഡിലും ഇത് എമൗണ്ട് പോസ്റ്റിംഗ് വന്നുകൊണ്ട് സി കോൺട്രാ എൻട്രി എന്ന് കൊടുക്കണം. സി. അപ്പോൾ ആദ്യം ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെ ചെല്ലണ്ടി? ക്യാഷ് അക്കൗണ്ട് അറ്റ് സൂരജ്. ഇനി ചെക്ക് ഇത് ബാങ്കിൽ കൊടുത്ത് മാറുമ്പോൾ എങ്ങനെ ചെല്ലണ്ടി? ബാങ്ക് അക്കൗണ്ട് അറ്റ് ക്യാഷ്. പക്ഷേ ഞങ്ങളെ പണ്ട് പഠിപ്പിച്ച സാറൊന്നും ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞേ. എന്താണ് പറഞ്ഞത്? ബാങ്കിൻ്റെ ഈ കോളത്തിൽ എഴുതുവാണെങ്കിൽ ക്യാഷിൻ്റെ ഇപ്പുറത്തെ കോളത്തിൽ എഴുതണമെന്നൊക്കെ പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ അങ്ങനെയൊന്നും. ഞാൻ എന്തുമായാലും അങ്ങനെ ഒരു കാണാതെ പഠിത്തം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാർ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഞാനത് അംഗീകരിക്കത്തില്ല. എനിക്കൂടെ ബോധ്യപ്പെടണം. അതായത് ആ ജേണൽ എൻട്രി കറക്റ്റ് മനസ്സിലാക്കി തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എളുപ്പ വഴികളൊക്കെ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ പഠിക്കുക. ക്യാഷിൻ്റെ ഇപ്പുറത്തെ കോളത്തിൽ വരികയാണെങ്കിൽ ബാങ്കിൻ്റെ അപ്പുറത്തെ കോളത്തിൽ വരുമെന്നൊക്കെ ചിലത് ഇങ്ങനെ പഠിപ്പിക്കുന്നവർ കാണാം. പക്ഷേ നമ്മളിങ്ങനെ ചിന്തിച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കണക്കെന്ത് ചെയ്യത്തില്ല, തെറ്റത്തില്ല. ഈ സി എന്ന് പറയുന്നത് എഴുതുന്നത് തന്നെ പോസ്റ്റ് ചെയ്തിട്ട് സി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തിലേക്ക് പോകുന്നു. എന്താണ് ഡ്രൂ ക്യാഷ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്? വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി പണം പിൻവലിക്കുമ്പം എങ്ങനെയാണ് ചെല്ലണ്ടി? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ എങ്ങനെയാണ്? ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലമെൻറ്റ് ഡ്രോയിങ്സ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലമെൻറ്റ് ഡ്രോയിങ്സ് 400. ആരുടെ കോളത്തിലാണ്? ക്യാഷിൻ്റെ കോളത്തിൽ. ഓക്കെ. അടുത്ത വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ പർപ്പസ്. വ്യക്തിപരമായ ആവശ്യത്തിന് ബാങ്കിൽ നിന്നാണ് പണം പിൻവലിച്ച്.
ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ എങ്ങനെ ചെല്ലണ്ടി? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ എങ്ങനെ ചെല്ലണ്ടി? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ബാങ്ക്. അപ്പോൾ അവിടെ ബാങ്കിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ട ഓപ്പോസിറ്റ് എലിമെൻ്റ് ഏതാണ്? ഡ്രോയിങ്. ആരുടെ കോളത്തിൽ വേണം എഴുതാൻ? ബാങ്കിൻ്റെ കോളത്തിൽ. അടുത്ത സാലറീസ് പെയ്ഡ് ബൈ ചെക്ക്. സാലറീസ് അക്കൗണ്ട് ടു ബാങ്ക്. അവിടെ ബാങ്ക് ഉണ്ടല്ലോ, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലിമെൻ്റ് സാലറി, ബാങ്കിൻ്റെ കോളത്തിൽ. അടുത്ത ക്യാഷ് സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ട ഓപ്പോസിറ്റ് എലിമെൻ്റ് സെയിൽസ്, ക്യാഷിൻ്റെ കോളത്തിൽ. പെയ്ഡ് ഇൻ ടു ബാങ്ക് ലാസ്റ്റാണ്. കോൺട്രാൻറ്റിയുടെ ലാസ്റ്റ് ഇനി ഞാൻ പറയത്തില്ല. പെയ്ഡ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ എന്ത് ചെയ്തു? പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെല്ലണ്ടി? പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അർത്ഥം. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ശ്രദ്ധിക്കണേ, കോൺട്രാക്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഇനിയും മനസ്സിലാവാത്തവർക്ക് വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് സൈഡിലങ്ങാണ് ഒന്ന് കുറിക്കുക. ആദ്യം ഡെബിറ്റ് കിടക്കുന്ന ഏതാ? ബാങ്കിലില്ലയോ. അപ്പോൾ ആദ്യം നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. ബാങ്കിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ പോസ്റ്റിംഗ് ഏ സൈഡ് വരും? ഡെബിറ്റ് സൈഡ് ചെയ്യും. പോസ്റ്റ് ചെയ്യേണ്ട ഏത് എലമെൻറ്റ് വരും? ഓപ്പോസിറ്റ് എലമെൻറ്റ് ക്യാഷ്. ആരുടെ കോളത്തിൽ എഴുതണം? ബാങ്കിൻ്റെ കോളത്തിൽ. ഇനി അടുത്ത സമാധാനപരമായി ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്നിലൂടെ ചെല്ലണ്ടി. അടുത്ത ക്യാഷ് അക്കൗണ്ടിൽ സമാധാനപരമായി പോസ്റ്റ് ചെയ്യാം. ക്യാഷിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ പോസ്റ്റിംഗ് ഏ സൈഡ് വരും? പോസ്റ്റിംഗ് ഏ സൈഡ് വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. പോസ്റ്റ് ചെയ്യേണ്ട ഏത് എലമെൻ്റാണ്? ഓപ്പോസിറ്റ് എലമെൻറ്റ്. ഏതാണ്? ബാങ്ക്. ആരുടെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്യാഷിൻ്റെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരുടെ കോളത്തിൽ എഴുതണം? ക്യാഷിൻ്റെ കോളത്തിൽ എഴുതണം. ക്യാഷിൻ്റെ കോളത്തിൽ എഴുതണം. ഇനി ഇതും കോൺട്രാൻട്രി ആണെന്ന് എഴുതാൻ സി എന്ന് കൊടുക്കുക. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന് പലിശ കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ചെല്ലണ്ടി? പലിശ കിട്ടുമ്പം ബാങ്ക് ബാലൻസ് കൂടുകയില്ലയോ? ബാങ്ക് ബാലൻസ് കൂടുക. അപ്പം ചെല്ലണ്ടി ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ്. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ്? നമുക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത പലിശ കിട്ടുമ്പം ബാങ്ക് ബാലൻസ് കൂടുകയാണ്. അപ്പം ചെല്ലണ്ടി ഇങ്ങനെയാണ് വരുന്നത്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ്. അപ്പം ബാങ്കിന് എന്ത് ചെയ്ത് വെച്ചിരിക്കുക? ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ട ഏത് എലമെൻറ്റാ? ഓപ്പോസിറ്റ് എലമെൻറ്റ്. ഏതാ? ഇൻട്രസ്റ്റ്. എമൗണ്ട് 300. ഇനി ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്ന ആദ്യം ക്യാഷിൻ്റെ കോളം അങ്ങ് ബാലൻസ് ചെയ്യാം. ക്യാഷിൻ്റെ കോളത്തിൽ എവിടാ ടോട്ടൽ കൂടുതൽ നോക്കുക. എവിടാ ടോട്ടൽ കൂടുതൽ നോക്കിയിട്ട് കൂടിയ ടോട്ടൽ രണ്ട് സൈഡിലും എഴുതുക. മേളിലൊരു വര, താഴെ രണ്ട് വര. എവിടാണോ കുറവുള്ളത് അവിടെ ബാലൻസ് സി ഡി എന്ന് എഴുതുക. അപ്പോൾ ക്യാഷിൻ്റെ കോളത്തിൻ്റെ ബാലൻസിങ് മനസ്സിലായി. ഇനി ബാലൻസ് സി ഡിക്ക് ഓപ്പോസിറ്റ് എഴുതുക. ബാലൻസ് ബി ഡി. രണ്ട് വരയ്ക്ക് താഴെ. അടുത്ത ബാങ്കിൻ്റെ കോളം നോക്കുക. എവിടാണോ ടോട്ടൽ കൂടുതൽ കൂടിയ ടോട്ടൽ രണ്ട് സൈഡിലും എഴുതുക. എവിടാണോ ടോട്ടൽ കുറവുള്ളത് അവിടെ ബാലൻസ് സി ഡി എന്ന് എഴുതുക. ബി ഡി ഓപ്പോസിറ്റ് എഴുതുക. ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത സി ഡി രണ്ടും ഒരു സൈഡിലാണ് വന്നേക്കുന്നത്. എന്നാൽ ചില ക്വസ്റ്റിനകത്തൊക്കെ ഈ ക്യാഷിൻ്റെ ബാലൻസും ബാങ്കിൻ്റെ ബാലൻസും ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ വരാം. അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ആദ്യം ക്യാഷിൻ്റെ കോളം നോക്കുക, കൂടിയ ടോട്ടൽ എഴുതുക, കുറവുള്ളിടത്ത് ബാലൻസ് സി ഡി എന്ന് എഴുതുക, ബി ഡി ഓപ്പോസിറ്റ് എഴുതുക. അടുത്ത ബാങ്കിൻ്റെ ടോട്ടൽ എവിടെ കൂടുതൽ നോക്കുക, കൂടിയ ടോട്ടൽ രണ്ട് സെല്ലും എഴുതുക, കുറവുള്ളിടത്ത് ബാലൻസ് സി ഡി എന്ന് എഴുതുക, ബാലൻസ് ബി ഡി ഓപ്പോസിറ്റ് എഴുതുക. ഈ ക്വസ്റ്റിനകത്ത് സി ഡി രണ്ടും ഒരേ സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ, ഇതിൻ്റെ മറ്റൊരു പേര് സ്പെഷ്യൽ ജേണൽസ് ഓർ സബ്സിഡിയറി ബുക്സ്. ഇനി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ്, ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ്സ്, ഇതൊന്നും ഏത് ബുക്കിൽ വരത്തില്ല. ഈ സ്പെഷ്യൽ ജേണൽസ് ഓർ സബ്സിഡിയറി ബുക്കിൽ വരത്തില്ല. ദാറ്റ് ആർ റിക്കാർഡഡ് ഇൻ എ സെപ്പറേറ്റ് ബുക്ക് ദാറ്റ് ഈസ് നോൺ ആസ് ദ ജേണൽ പ്രോപ്പർ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. And first we try to study the cash book. Cash book is the important subsidiary book or special journals. It is a part of journal and ledger. Cash book is both journal and ledger. And all receipts are debited and all the payments are credited. It is like an accounts. And first we try to the single column cash book and the on amount column, two sides, and the double column cash book and the two amount column two sides. It is like an accounts. And then the contra entry, a transaction recorded in the both sides, that means the debit side and the credit side, that is known as a contra item. And the contra entry, ഇതെല്ലാം ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിട്ട് ക്ലാസ് ശ്രദ്ധിക്കുന്നവർ മനസ്സിലാകത്തില്ല. മറ്റ് ഡേ ബുക്കുകളെ കുറിച്ച് നമുക്ക് ഉടൻ തന്നെ പറയുന്നതായിരിക്കും. പറഞ്ഞ് ബാങ്ക് റീകൺസിലേഷൻ, പിന്നെന്താണ് ബാങ്ക് റീകൺസിലേഷൻ, ആൻഡ് ദെൻ ദ എറേഴ്സ്, and then the errors and the
adjustments in connection with the final accounts, and then the ratio analysis, and then the working capital, current assets minus current liabilities, and the fund flow and cash flow. ഇതൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ക്ലാസ്സിനൊക്കെ ഒട്ടേറെ പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡേ ബുക്ക്, ബാങ്ക് റീകൺസിലേഷൻ ഭാഗത്തേക്ക് പോവുക. ഇത്രയും ഭാഗം ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു 4-5 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇനി ഇതിനകത്തൊക്കെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും, അതൊക്കെ നിങ്ങൾ സ്വന്തമായി പഠിക്കുക. ഓക്കെ, താങ്ക് യു. ബാലൻസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.